തോമസ് കെ തോമസ് MLA-ക്കെതിരെ CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ. NCPയിലെ തർക്കം കുട്ടനാട് വികസനത്തെ ബാധിക്കുന്നു എന്നാണ് വിമർശനം. തോമസ് കെ തോമസ് തർക്കം നിർത്തി വികസനത്തിൽ ശ്രദ്ധിക്കണം. ജില്ലയിൽ സർക്കാർ ഏറ്റവും വികസനം കൊണ്ടുവന്നത് കുട്ടനാട്ടിലാണ്. എന്നാൽ വികസനത്തെ ഏകോപിപ്പിക്കാൻ തോമസിന് പറ്റിയില്ലെന്നും നാസർ പ്രതികരിച്ചു. നാസറിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അവർ പരിഹരിച്ച് മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയല്ല ഒരു സീറ്റ് നമ്മൾ കൊടുത്ത് അവിടെ നമ്മൾ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രൂപത്തിൽ നടത്തി മുന്നോട്ട് പോകുക എന്നുള്ള സമയം സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അവിടെ 5-6 പേരെ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ആയിട്ട് നടക്കുകയാണ്. അതൊക്കെ അവസാനിപ്പിച്ച് അവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കട്ടെ. വികസനമുണ്ട്, വികസനം നല്ലപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലയിൽ വികസനം നടക്കുന്ന മണ്ഡലം അതാണ്. പക്ഷെ അതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വികസനമുണ്ട്, കുട്ടനാട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട എത്ര കോടികളുടെ വികസനമല്ലേ, അതിനെ സമയബന്ധമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകുന്നില്ല എന്നുള്ള കുറവാണ് അവിടെ ഉള്ളത്. ആ വികസനത്തെക്കെതിരെ മര്യാദയ്ക്ക് ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. ശരത് SS ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ് ശരത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപായി കുട്ടനാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ല എന്ന ബാധ്യത NCPയുടെ തലയിലേക്ക് വെക്കുകയാണോ CPM? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് ഒക്കെ തന്നെ വരുമെന്നുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ വിമർശനവുമായി ആർ നാസർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പറഞ്ഞു വെക്കുന്നത് NCPയിലെ തർക്കം കുട്ടനാടിന്റെ വികസനത്തെ ബാധിക്കുന്നു, തർക്കം അവസാനിപ്പിക്കാൻ MLA തയ്യാറാകണമെന്നുള്ളതാണ് നാസർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഈ ആകെ കുറച്ചുപേരുള്ള പാർട്ടിയാണ്, ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നത് സർക്കാർ കുട്ടനാടാണ്, പക്ഷേ അത് ഏകോപിപ്പിക്കാൻ MLAക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിൽ കുട്ടനാടിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ പ്രധാന കാരണമായി മാറുന്നത് MLA തന്നെയാണ് എന്നുള്ളതാണ് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുകയാണ്. അങ്ങനെ കുട്ടനാട് CPM കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. സർക്കാർ വേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും കുട്ടനാട് അനുവദിക്കുന്നുണ്ട്, പക്ഷേ അത് ഏകോപിപ്പിക്കാൻ MLAക്ക് കഴിയുന്നില്ല. MLAയുടെ പരാജയമാണ് കുട്ടനാടിന്റെ വികസനം മുരടിപ്പിന് കാരണമെന്നുള്ളതാണ് ആർ നാസർ പ്രതികരിക്കുന്നത്. ഒപ്പം ഈ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം തർക്കം കഴിഞ്ഞ ശേഷം ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തന്നെ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIയിൽ നിന്ന് ഉയർന്നതാണ്. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ സീറ്റ് ഏറ്റെടുക്കണം, കച്ചവടക്കാരനെ ഇനിയും താങ്ങരുത് തുടങ്ങിയ വിമർശനങ്ങൾ MLAക്കെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് മറുപടി പ്രസംഗത്തിൽ സീറ്റ് എടുക്കുന്നത് കാര്യം ആലോചിക്കേണ്ടി വരുമെന്ന് നാസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടാണ് ആ പ്രശ്നം അന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ ഈ കുട്ടനാട് സീറ്റ് CPI ഏറ്റെടുക്കണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ സജീവമാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും ഇപ്പോൾ MLAക്കെതിരെ വിമർശനവുമായി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്ത് വന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ശരത്താണ്. അങ്ങനെ NCPയുടെ വിമർശനം, NCPക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് CPIM. കുട്ടനാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സർക്കാർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഏകോപിപ്പിക്കാൻ അവിടെ MLA ഇല്ല എന്നുള്ളത് മുഖ്യ ഭരണപക്ഷ കക്ഷി തന്നെ പറയുന്നു എന്നുള്ളത് തോമസ് കെ തോമസിന് അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. NCP അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ഈ വിമർശനം ആലപ്പുഴയിൽ നിന്ന് തന്നെ ജില്ലാ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്നത്.